ഭക്ഷ്യവിഷബാധ സംശയിക്കുന്ന കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി വീണ ജോർജ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. എറണാകുളത്ത് വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഭക്ഷണം നൽകിയ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞ ദിവസം യാത്രക്കാരെ കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കടിയേറ്റവരും നായയുടെ സ്പർശനമേറ്റവരും വാക്സിൻ എടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും പരിസരത്തും വെച്ച് വിവിധ സമയങ്ങളിലായി 25 പേരെയാണ് നായ ആക്രമിച്ചത്. ഗാനരചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കണ്ണൂർ ആകാശവാണി നിലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന പ്രതിമാസ അനുസ്മരണ പ്രഭാഷണ പരമ്പര ഇന്ന് വൈകിട്ട് 3:30 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. പി ഭാസ്കരന്റെ പ്രക്ഷേപണ പത്രപ്രവർത്തന ജീവിതത്തെ അടിസ്ഥാനമാക്കി ഡി പ്രദീപ് കുമാർ സംസാരിക്കും. തുടർന്ന് പി ഭാസ്കരന്റെ ഗാനങ്ങളെ ആസ്പദമാക്കിയുള്ള നൃത്തശില്പത്തിന്റെ അവതരണവുമുണ്ടാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി സർഗം 2024 സംസ്ഥാനതല കഥാരചനാ മത്സരത്തിലേക്ക് രചനകൾ ക്ഷണിച്ചു. സമ്മാനാർഹമായ ആദ്യ 3 രചനകൾക്ക് യഥാക്രമം 20,000 രൂപ, 15,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡും മൊമന്റോയും സർട്ടിഫിക്കറ്റും ലഭിക്കും. കഥകൾ തപാൽ വഴിയോ കൊറിയർ വഴിയോ നേരിട്ടോ ഡിസംബർ 24 വൈകുന്നേരം 5-ന് മുൻപ് തിരുവനന്തപുരം കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ഓഫീസിൽ എത്തിക്കണം. വിശദാംശങ്ങൾക്ക് www.kudumbashree.org/sargam 2024 സന്ദർശിക്കുക. മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന എല്ലാ സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ പ്രവർത്തനം പുനരാരംഭിച്ചു. ജിരിബാം ജില്ലയിൽ ആയുധധാരികൾ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്നാണ് ഈ മാസം 16 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത്. അതേസമയം മണിപ്പൂരിലെ ഏതാനും ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നിലവിലുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ കർഫ്യൂവിൽ ഇളവ് നൽകിയിട്ടുണ്ട്.